ഓ ഞാൻ സ്ക്രീനിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അവിടെ അതേപോലെ തന്നെ ഉണ്ടോ. അവിടെ കാര്യം പറയാ, ക്യാമറയിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം റീൽസിൽ കാണുന്ന അതേ സാധനം തന്നെടാ, ഒരു മാറ്റമില്ല. അവിടെ ഞാൻ പറയട്ടെ, അലിൻ ജോസിന്റെ ലെജൻഡറി മൂവ്സ് ഞാൻ കണ്ടിട്ടെ. ലെജൻഡറി മൂവ്സ് ഉമ്മ കൊടുക്കാനും പറയാം. ഉമ്മ കൊടുക്കാനും പറയുന്നുണ്ട്. ഇത് ഗേ എന്ന് പറഞ്ഞ സ്പാമിയാ കേട്ടോ. ഗൂഗിൾ പേ. അലിൻ ജോസ് ചേട്ടാ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ? ദീപിക അവിടെ ഞാൻ കാര്യം പറയട്ടെ, ഞാൻ സാധാരണ സ്ട്രീം ചെയ്യുമ്പോൾ ഇത്രയും പാട് പെമ്പിള്ളറില്ലല്ലോ. ഇതെന്താ ചാറ്റിലും കുറെ പെണ്ണിന്റെ പേര് കാണുന്നുണ്ട്, സൂപ്പർ ചാറ്റിലും കുറെ പെണ്ണുങ്ങൾ ചെയ്യുന്നതാണ്. ഇതെന്താ സംഭവം? ഞാൻ സാധാരണ ലൈവ് ചെയ്യുമ്പോൾ ഇത്രയും പെണ്ണുങ്ങൾ ഉണ്ടാവില്ലല്ലോ. ഇതെന്താ സംഭവം? എന്താ ഇത്? പറ്റുന്നോ? ഇല്ല, പറ്റൂല. ഗൂഗിൾ പേ. ഇയാൾക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോ? അത് കുണ്ടനാന്ന് പറഞ്ഞ ജാബർ. കുണ്ടനാന്ന് നല്ല സാധ്യത ഉണ്ട്. അത് ആ ടോണിലാ ചോദിച്ചു. ഇയാൾക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോ? ഗേൾഫ്രണ്ട് ആയിട്ടും ഇല്ല. എന്തായാലും ഇപ്പൊ ഒന്നും കെട്ടൂല. മലയാള സിനിമന്റെ ഇതാണ്, ഭാവിയാന്ന് കട തകരുവാ. മനസ്സിലാ? ഇപ്പൊ ഞാൻ പറയും, ഇപ്പൊ ഒന്നും കെട്ടണ്ട, എല്ലാ ഇപ്പൊ കരിയർ സെറ്റ് ആക്കുക. അടുത്ത സിനിമ മൂവി പ്ലാൻസ് എല്ലാം എങ്ങനെയാ? ഒരു 4 പടങ്ങള് പ്ലാൻ ചെയ്യുന്നുണ്ട്. നോക്കണം ഏത്. അവിടെ ഫുള്ള് വിഷ്വലായിട്ടാ നിങ്ങൾ ഇറങ്ങിയത് അല്ല? ഫുള്ള് ഒരു മുന്നിൽ കണ്ടിട്ടാണല്ലോ ഇറങ്ങിയത്. ഗൂഗിൾ പേ. ഏറ്റവും ഇഷ്ടമുള്ള ബിഗ് ബോസ് കോണ്ടസ്റ്റന്റ് ആരാ? ആദ്യം പറഞ്ഞിട്ട് ഞാൻ പറയാം. ജാസ്മിൻ. ഏത് സ്ഥാനമാണ് അവിടെ? ജാസ്മിൻ ഫാൻസ് അസോസിയേഷൻ തുടങ്ങുന്നുണ്ട് നമ്മള്. ഓക്കെ, ജാസ്മിൻ ഫാൻസ് അസോസിയേഷൻ തുടങ്ങുന്നുണ്ട്. കുറെ പേര് ജാസ്മിനെ കുറ്റം പറയുന്നുണ്ട്. വല്ലാണ്ട് ഹേറ്റ് ഉണ്ട്. അത് അതിന്റെ ഒരു ആവശ്യമില്ല. ഇത്രയും ഹേറ്റേഴ്സ് ഉണ്ടായിട്ട് ജാസ്മിനെ ബിഗ് ബോസിൽ പിടിച്ചു നിർത്തുന്നത്. അതാ 50 ദിവസം കഴിയുന്നാ പറയുന്നത്. ഇപ്പൊ ജാസ്മിന് ജിൻഡോ ഇവർ രണ്ടാളും ഉള്ളതുകൊണ്ടാണ് ബിഗ് ബോസ് മുന്നോട്ട് പോകുന്നത്. കാരണം മുത്തേ നീ പറയുന്നത്, നിങ്ങൾ ഇവിടെ വന്ന് എല്ലാം ഇടുന്നില്ലേ? നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി, അടുത്ത നമ്മളെ മലയാള സിനിമേന്റെ അടുത്ത ഭാവിയാന്ന് ഇവിടെ ഇരിക്കുന്നത്. മനസ്സിലാ? ഇപ്പൊ നമ്മൾ പിടിച്ചിരുത്തിക്കൊണ്ട് നന്നായി. കുറച്ചുകൂടി കാലം കഴിഞ്ഞാൽ വിളിച്ചാൽ വരൂല. ഇപ്പൊ ഇപ്സറ